പണ്ട് നമ്മളിപ്പോൾ ഏത് തൊഴിലായാലും നമ്മൾ 2-3 പ്രാവശ്യം ഇതായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഇത് മാറി. ഇപ്പം നമ്മൾ നിസ്സാര ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയോ ഇതായിരിക്കും ഇല്ലേ? ഇതെങ്ങനെ പഠിച്ചു സംഗതി ഇതെങ്ങനെയാണോ തമ്പുരാനറിയാം. നമ്മളങ്ങനെ ഓടിച്ച് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഉത്സാഹം പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ക്യാമറയിൽ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അന്ന് കൂടുതൽ താല്പര്യം ഇല്ലല്ലോ, കംപ്ലീറ്റ് ചട്ടിയാണല്ലോ. വാഴയില ഇട്ട് പൊട്ടി മൂടിയൊക്കെ വെച്ചാ ഉണ്ടാക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. വാഴയില ഇട്ട് മൂടും, എന്നിട്ട് അതിന്റെ മുകളിൽ മൂടി വെക്കുക. ബിന്ദുസ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ സുഡറുണ്ട്, ചേട്ടനുണ്ട്. എന്റെ കിഡ്നിക്ക് വേദന, എന്റെ കിഡ്നിയൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ, കിഡ്നിയൊക്കെ ഉണ്ട്. ഞങ്ങളാണെങ്കിലേ ഇച്ചിരി ഫുഡൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കരിമണ്ണൂർ പുതിയ ക്രഞ്ചീസ്, അവിടെ കുഴിമന്തി ഉണ്ട്, അൽഫാമുണ്ട്, ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, പിന്നെ എന്തുവാടുള്ള ബർഗറോ ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തൊക്കെയുണ്ട്. അത് ഫ്രൈഡ് ചിക്കൻ. ഞങ്ങൾ ഇച്ചിരി ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേ. വലിയ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കാം. അപ്പം അതിൻ്റെ സ്മെല്ലടിച്ചപ്പോഴത്തേക്ക് ഇവിടെ 2 പേര് വന്ന് കാവലായിട്ട് നിൽക്കുന്നുണ്ട്. ചേട്ടൻ്റെ കസേരയിൽ കെട്ട് തുണ്ടിളക്കോ കുഞ്ഞ്. പ്രാണിക്ക് ശരിക്കും സ്മെല്ലടിച്ചു, അപ്പോൾ പ്രാണിക്കും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇപ്പം വ്യാഴവും വെള്ളി 2 ദിവസം വിദ്യാഭ്യാസ ബന്ധമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. ഇന്നലെ മുറ്റം മുഴുവൻ അടിച്ചു, വാരി. ഞാനും ചേട്ടനോട് കൂടി വാരി. ഒത്തിരി ഇല ഉണ്ടായിരുന്നു, മഴയൊക്കെ അല്ലായിരുന്നു. ഞങ്ങൾ ഇന്നലെ മുറ്റം അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കല്ല ചേട്ടാ മഴ പെയ്തു. മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നലെ മഴ പെയ്തു. അത് അടിച്ചത് നന്നായി എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ അടിക്കാൻ പറ്റാതെ അത്രയല്ല ചെയ്യാൻ. ഇന്നിപ്പം ഞാൻ വീട്ടിൽ ഇരുന്നപ്പം വീട് മൊത്തം കഴുകി. ചേട്ടൻ ഇന്ന് എനിക്കൊരു പണി തന്നു. ചേട്ടൻ രാവിലെയാണ് കുറച്ച് മത്തി വാങ്ങിച്ചു വെച്ച്, അത് മൊത്തം പിന്നെ വെട്ടണ്ട വന്നു. മത്തി കഴിച്ചോന്ന് വെച്ചിട്ട് ഞാനാ വെട്ടിയേ. വറുത്തത് ചേട്ടൻ. വെട്ടണോ നല്ല പാട്. മടന്തേല പറിച്ചാന്നെ. എനിക്ക് കർക്കിടക മാസത്തിൽ ഇച്ചിരി മടന്തേല തോരൻ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഈ അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ മടന്തേല തോരൻ്റെ വീഡിയോസ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ എനിക്ക് അതിച്ചിരി ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാം. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കി അമ്മച്ചിക്ക് അതൊന്നും ഉണ്ടാക്കാനൊന്നും അറിഞ്ഞൂടാ കേട്ടോ. അതുകൊണ്ട് അല്ലാതെ താളുകറിയൊക്കെ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യും, അല്ലാതെ മടന്തേലക്കറി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പം എനിക്കതൊന്നും ഇച്ചിരി ഉണ്ടാക്കി കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അല്ലാതെ താളിൻ്റെ അതുപോലെ കൂമ്പയെല്ലാം അരിഞ്ഞൊക്കെ തോരനൊക്കെ വെച്ചാൽ അമ്മച്ച ഉണ്ടാക്കിയതാണോ? അത് ഉണ്ടാക്കണ ചട്ടിയിൽ വേണം ഉണ്ടാക്കാൻ. അത് വാഴയില ഇട്ട് പൊട്ടി മൂടിയൊക്കെ വെച്ചാ ഉണ്ടാക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. വാഴയില ഇട്ട് മൂടും, എന്നിട്ട് അതിന്റെ മുകളിൽ മൂടി വെക്കുക. ഭയങ്കര സെറ്റപ്പാണ്. ഞാനിവിടെ വർത്താനം പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്റെ പൊന്നോ ഇത് ആരുതാ സപ്ലയർ ഭയങ്കര. ഞാൻ നോക്കിയപ്പോ പുറകിൽ നിന്ന് ഭയങ്കര ബിസി. അത് എനിക്ക് വേണ്ട കേട്ടോടാ, അത് വേണ്ട. എന്നാലും നീ വാങ്ങിയതാണോടാ? എനിക്ക് വേണ്ട. ഓ എനിക്കിവിടെ വേദന എടുക്കുവാണ് എൻ്റെ ഈശോയെ. അപ്പൊ അങ്ങനെ താളുകറി വെച്ചാലും ഇച്ചിരി ഉണക്കമീൻ വറുത്തതും വേണം. താളുകറി പുളിശ്ശേരി അല്ലാതെ താള് ചാറ് വെച്ചിട്ട് ഇച്ചിരി ഉണക്കമീൻ ഫ്രൈയും ഒക്കെ കൂട്ടിട്ട് നമുക്ക് രസം ചോറ് കഴിച്ചാലോ?
ഓടിക്കൂട്ടാ അതിനൊക്കെയാ ടേസ്റ്റ്, അല്ലാതെ ഇതിനൊക്കെ അല്ല ടേസ്റ്റ് സത്യത്തിൽ. മനസ്സിലായോ? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം നല്ല കേട്ടോ. അങ്ങോട്ട് തിരിഞ്ഞിരുന്ന ക്ലാരിറ്റി ഇല്ല വീഡിയോക്ക്, അവിടെ നിന്നല്ല വെട്ടം വരുന്നത്. അതുകൊണ്ടല്ല ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കട്ടെ ഇവരെന്നൊക്കെ കാണിക്കുന്നത്. ഞാൻ എഴുന്നേക്കാതെ ഇരുന്ന് എനിക്ക് ഇവരെ ഒന്നും എനിക്ക് കാണാൻ പറ്റും. ഇത് കണ്ട ക്രഞ്ചീസിന്റെ ഫ്രൈഡ് ചിക്കനാണ് ആൻസൂട്ടൻ വാങ്ങിയത്. ആൻസൂട്ടനാണ് കയറി പോയി വാങ്ങിയത് കേട്ടോ. ഇപ്പൊ ചേട്ടന്റെ ഫ്രണ്ട്സ് 2-3 പിള്ളേരുടെ ആണത്. ഇതായത് കഴിക്കുന്നില്ല. ഇത് കുറെ നേരമായില്ല ഇങ്ങനെ ചിന്തിച്ചിരിപ്പ് തുടങ്ങിയിട്ട്. അവൻ ബർഗറാ ചേട്ടാ കഴിക്കണം. ചേട്ടൻ ഇത് കഴിച്ചു. അതായിരിക്കും ഇപ്പൊ ബെറ്റർ. അവന്റെ ലെഗ് പീസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവൻ വേഗം ബർഗർ അഴിക്കുവാണേ. അവൻ ബർഗർ വേഗം അഴിക്കുവാ. വേഗം തിന്നിട്ട് അവന് ചിക്കൻ കഴിക്കാൻ വേണ്ടിയടാ. നീ കഴിച്ചോടാ. അവരോട് ഞാൻ പറഞ്ഞായിരുന്നു അത് മേടിച്ചാ ഇത് തരില്ല. ആ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചേ. നമ്മുടെ പൂക്കി മിനിസ്റ്റർ കാണിച്ചോല്ലേ. ഇന്ന് കാണിച്ച എക്സ്പ്രഷൻ കിട്ടിയില്ല. എന്നതാ ഇത് കഴിച്ചതിന്റെ എക്സ്പ്രഷൻ ആണോ അത്? ആ ആദ്യം കാണിച്ച എക്സ്പ്രഷൻ ഒന്ന് കാണിച്ച ഒരു സൈഡും കൊണ്ട്. എടാ നീ കഴിക്കടാ. അപ്പൊ ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടാ. ഞങ്ങൾ ഈ തീറ്റയും കൂടിയൊക്കെ കാണിക്കാനുള്ളൂ സത്യത്തില്. പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ. ഇത് കണ്ടോ പട്ടാണിക്കടല. ഈ പട്ടാണിക്കടല നൊസ്റ്റോ അടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സത്യത്തിൽ ഇത്രയും പട്ടാണിക്കടല ഇതിലും കൂടുതൽ കിട്ടുമായിരുന്നു. പണ്ടൊരു ഡപ്പിയിൽ ഒരു ഈ കുപ്പിയുടെ അടപ്പിനകത്ത് അളന്ന് തന്നെ 50 പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എപ്പോഴും വാങ്ങിച്ച് കടുപ്പമുള്ളതും ഉണ്ട്. ഇപ്പം ഇതിൻ്റെ വില കണ്ടോ 12 രൂപയാണ് കേട്ടോ. 12. ഞാനിത് 3 പാക്കറ്റ് വാങ്ങി. 2 പാക്കറ്റ് കഴിച്ചു. 1 പാക്കറ്റ് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് കഴിക്കാതെ വന്നതാണ്. ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പല്ല് പോയാലും കുഴപ്പമില്ല, എനിക്ക് വലിയ ഇഷ്ടമാണ്. ചേട്ടൻ കിടക്കുമായിരുന്നു കേട്ടോ. ഞാൻ ടോയ്ലറ്റ് ചേട്ടൻ്റെ ഇരിപ്പെല്ലാവരും കണ്ടോ? ചമ്മറം പടിഞ്ഞ് വലിയ രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഇവിടെ ഇങ്ങനെ ചാരിയൊക്കെ ഇരിക്കാലോ. ഞാൻ ഇരിക്കണുണ്ടില്ലേ. ചേട്ടൻ എങ്ങനെ ഇരുന്നാലെന്നാ. ചേട്ടൻ പാവമാണ്, ചേട്ടൻ നല്ല സ്നേഹമാണെന്ന് കമൻറ്റ് വന്നു. അപ്പം ഞാൻ പറഞ്ഞ സുമയ്ക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടനെ ഒരു സഹോദരനെ പോലെ കാണുന്നതെന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ ചോദിച്ചു ദൈവമേ അത് എവിടെയുള്ളതാണാവോ അത്. അപ്പം സുമ ഏത് നാട്ടുകാരിയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇല്ല ചേട്ടാ നമുക്കറിയാനൊരാഗ്രഹം. നമ്മുടെ നാട്ടിലുള്ള എവിടെയെങ്കിലും ഉള്ളതാണോ നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഏയ് നമ്മുടെ നാട്ടിലല്ല. പണ്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനത് മറന്നുപോയി. ഒത്തിരി പേരുണ്ടല്ലോ അമ്മേ. അപ്പം നമ്മളിങ്ങനെ ഓർക്കത്തില്ല. എല്ലാവരും കമൻറ്റ് നാടൊക്കെ കമൻറ്റ് ചെയ്യും. കുറേ നാൾ കൂടിയാണ് ഒരു അമ്പളി എന്ന് പറഞ്ഞ ചേച്ചി വെഞ്ഞാറുമൂടുകാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ഹരി ബി കെ എന്ന് പറഞ്ഞുള്ള അക്കൗണ്ടിൽ നിന്നായിരുന്നു കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം കുറേ നാളായിട്ട് കമൻറ്റ് കാണുന്നില്ല. ചിലർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ മിസ്സായി പോകുന്നുണ്ട്. കാരണം കുറച്ച് ആൾ കണ്ടില്ലെങ്കിൽ പിന്നെ യൂട്യൂബ് തനിയെ നോട്ടിഫിക്കേഷൻ നിർത്തും. അപ്പോൾ പിന്നെ നമ്മളിലേക്ക് എത്തൂല. അതാണ്. അപ്പം ഇന്നലെ ചേട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വീഡിയോയ്ക്കൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ചേട്ടൻ നല്ല സ്നേഹമുള്ള ചേട്ടനാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ വന്നു. അല്ലാത്ത വീഡിയോയ്ക്ക് വേറെ ആളുകളൊക്കെ കമൻ്റ് ഇടാറുണ്ട് ചേട്ടനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചേട്ടൻ എന്നെക്കാളും ബെറ്ററാന്ന് എല്ലാവരും പറയണ കേൾക്കുമ്പോൾ നമ്മൾ പൊതുവെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അയാളെക്കുറിച്ച് മോശമൊക്കെ ആയിരിക്കും പൊതുവെ പറയുന്നത്. പക്ഷേ എന്നാണ് എല്ലാവരും ചേട്ടനെ അങ്ങ് അംഗീകരിച്ചു. ചേട്ടൻ അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കൂ. ഇല്ല അതങ്ങനെ പറഞ്ഞാൽ വളരെ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇവിടെ നോക്കി പറ. ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് നമ്മൾ സിനിമ നടനൊന്നുമല്ല, ഒരു
അവിടെ ചിലർ സിനിമ നടന്ന പിന്നെ പേരൊക്കെ എനിക്ക് സിനിമാമാരുടെ പേര് പോലും അറിയാൻ പാടില്ല. ചേട്ടനാരും സിനിമ കാണാറില്ലല്ലോ. ഞാൻ സിനിമ കാണാറില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറയുമ്പോഴും കൂടുമ്പോൾ എല്ലാത്തിനും കൂടും. ആദ്യ സമയങ്ങളിൽ ചേട്ടൻ ഫേസ് പോലെ തരത്തില്ല. ആദ്യമൊക്കെ എനിക്കൊരു മടിയായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല. പിന്നെ അത്യാവശ്യമാണെങ്കിൽ തരും, അതേ ഉള്ളൂ സംഗതി. ഇപ്പൊ ചേട്ടന് മടിയുണ്ടോ വീഡിയോ എടുക്കാൻ? അങ്ങനെ മടിയൊന്നുമില്ല. ഇപ്പം അങ്ങനെ മടിയൊന്നുമില്ല. പണ്ടത്തെ ഒരു അംശം ഇല്ല സംഗതി. ഇപ്പം സമയമില്ലാന്നേ ഉള്ളൂ. ഈ രാത്രിയിലല്ലോ നമുക്ക് പകലില്ല, സമയമില്ല, രാത്രിയിലുണ്ട്. രാത്രി ഒരു നമുക്കൊരു പകലൊക്കെ ആകുമ്പോൾ ഒരു ഇച്ചിരി കൂടെ നല്ല ഇത് കിട്ടും. ഇപ്പം അങ്ങ് പണ്ടത്തെ നമുക്കൊന്നും വീഡിയോ എടുക്കാനായിട്ടൊരു ഇപ്പം എന്തെങ്കിലും പ്രോഗ്രാം നടത്താനും വലിയ മടിയൊന്നുമില്ല. നേരത്തെ മടിയാകുന്നത്. ചേട്ടൻ എങ്ങനെയാ ചേട്ടാ? പണ്ട് ചേട്ടന് ഭയങ്കര മടിയായിരുന്നു. ചേട്ടൻ എങ്ങനെയാ വീഡിയോ എടുക്കാൻ മടി മാറിയത്? ഇപ്പൊ ചേട്ടന് വീഡിയോ എടുക്കാൻ മടിയൊന്നുമില്ല. പണ്ട് ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ എങ്ങനെ ചേട്ടനാ മടി മാറിയത്? എങ്ങനെയാ ചമ്മലൊക്കെ മാറിയത്? അല്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പോൾ പണ്ട് നമ്മളിപ്പോൾ ഏത് തൊഴിലായാലും നമ്മൾ 2-3 പ്രാവശ്യം ഇതായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഇത് മാറി. ഇപ്പം നമ്മൾ നിസ്സാര ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയോ ഇതായിരിക്കും. ഇല്ലേ? ഇതെങ്ങനെ പഠിച്ചു സംഗതി, ഇതെങ്ങനെയാണ് തമ്പുരാനറിയാം. നമ്മളങ്ങനെ ഓടിച്ച് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഉത്സാഹം, പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ക്യാമറയിൽ ഇത് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് ചെറിയ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ആയി കഴിയുമ്പോൾ പിന്നെ ഞാൻ വീഡിയോയിൽ നിൽക്കും. ഇപ്പോൾ ചെറിയൊരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് വന്നു എനിക്ക്. നമ്മുടെ പരിപാടിക്ക് നല്ല ഭയങ്കര സപ്പോർട്ടായിപ്പോയി ജനങ്ങൾ. അപ്പോൾ വന്നപ്പോൾ പിന്നെ നമുക്ക് ഇനി പിന്നെ പുറകോട്ട് പോകാൻ പറ്റില്ല. കാരണം ജനങ്ങൾ ഇത്രയും ആൾക്കാർ സപ്പോർട്ട് നമുക്ക് തരുമ്പോൾ നമ്മൾ പോയി പിന്നെ ജനങ്ങൾ വായിന്ന് വേറെ വല്ലതും പറയും. എനിക്ക് ഇത് 2 പരിപാടി കണ്ടു, അത് കഴിഞ്ഞ് പിന്നെ കാണുന്നില്ല എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ തമ്പുരാൻ സഹായിക്കാൻ അങ്ങനെ ദോഷം വന്നിട്ടില്ല. പുറത്തൊക്കെ പോകുമ്പോ ചേട്ടനെ ആദ്യം ആളുകൾ തിരിച്ചറിയും. അത് തന്നെ എവിടെ പോയാലും എന്നെ ആദ്യം ചേട്ടനെ കണ്ടപ്പോഴാ മനസ്സിലായെന്ന് പറയാം. മലയാറ്റൂര് പോയപ്പോഴും വേറെ പലയിടത്ത് പോയപ്പോഴും അതെ, പുതുപ്പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോ ചേട്ടനെ കണ്ടപ്പോഴാ പെട്ടെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ശരിയാ. ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കിട്ടുന്നത്. ചേട്ടനെ തെക്കുന്നതാണോ വടക്കുന്നതാണോ എന്ന് പോലും ശ്രദ്ധിച്ചില്ല. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാനൊരു ചേട്ടനെ കുറിച്ചൊക്കെ അവഗാഹമുള്ള ആളായിരിക്കും. ഇല്ല, നമ്മളങ്ങനെ ഞാൻ കാണാറില്ല, ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ വൈകുന്നേരം വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും കാണും. കൂടുതൽ ഞാൻ രാഷ്ട്രീയത്തിലേക്കുള്ള ഇതാണോ കാണുള്ളൂ. അല്ലാതെ അങ്ങനെയാണ് ദിവസം കഴിഞ്ഞു പോകും. അത് ഞാൻ ചാനലൊക്കെ ഇതാന്നൊക്കെ അറിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴല്ലേ അറിയണേ. അതിനും പറയില്ലായിരുന്നല്ലോ. ഞാനടുത്ത് ചേട്ടൻ എൻ്റെ വീഡിയോ ഒക്കെ തപ്പിപ്പിടിച്ച് കാണുന്നുണ്ടാവും എന്നൊക്കെ ഓർത്തോണ്ടായിരുന്നു. എല്ലാം വള്ളത്തിൽ വരച്ച വര പോലെ ആയി പോയി. ചേട്ടനെ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ എന്നാ തോന്നിയത്? കൊള്ളാല പരിപാടിന്ന് തോന്നിയോ? കൊള്ളാന്ന് അങ്ങനെയല്ല, നല്ല പരിപാടിയാണ്, കുഴപ്പമൊന്നുമില്ല. ആൾക്കാരുടെ സപ്പോർട്ട് വന്നപ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് ഒരു ഇച്ചിരി കൂടെ ഏത് കാര്യത്തിനും ഒരു ഉത്സാഹം തോന്നി. അതല്ലാതെ പറയാം. ചേട്ടനെ അറിയണവരൊക്കെ പറയുന്നുണ്ടല്ലോ നല്ല പരിപാടിയെ കാണാറുണ്ടെന്ന്. എല്ലാവരും പറയുന്നുണ്ട്. കരിവള്ളൂരെല്ലാവരും കാണുന്നവർ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്. ചേട്ടനെ അറിയുന്നവരൊക്കെ ആൾക്കാരൊക്കെ അങ്ങോട്ട് ചെല്ലിപ്പോയി. ജാക്സൺ ചേട്ടൻ്റെ വീഡിയോ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ കണ്ട് നല്ല അഭിപ്രായം പറയാനുണ്ട്. കുഴപ്പമൊന്നുമില്ല. പറയും അന്നേരം പറയും, ഇനി അവനെ പിടിച്ചാൽ കിട്ടില്ല, ഇനി അവന് ഭയങ്കര തിരക്ക് പോയെന്നൊക്കെ പറയും. കളിയാക്കുമല്ല, അവര് ചുമ്മാ തമാശ പറഞ്ഞത്. അതായത് ഒത്തിരി ആൾക്കാർ പറഞ്ഞു അന്ന് നമ്മളാ ഇത് ഡാൻസ് കളിച്ചില്ലേ, ആ പാട്ട് പാടില്ലേ, ഏതാ കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛനൊരു കച്ച കെട്ടാൻ പോയി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അതിനകത്താണ് സത്യത്തിൽ ചേട്ടൻ നിന്ന് കളിച്ചത്. പക്ഷേ അപ്പോൾ എന്നോട് പലരും ചോദിച്ചു എവിടെയെങ്കിലും ഡാൻസ് പഠിക്കാൻ പോകും. ചേട്ടൻ ഇതിനു മുമ്പ് ഡാൻസ് വല്ലതും കളിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് ഇത് എന്നാന്നറിയോ, ഇപ്പം നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, കാണുമ്പോൾ
വലിയതായിട്ടാണ് കാണണേ. ആ നമ്മൾ ഈ മൊബൈലിലാവുമ്പോൾ ചെറുതായിട്ടല്ലേ, അപ്പോൾ എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാടുമ്പോൾ കൈ തട്ടും, ആ അന്നേരം നമ്മുടെ സ്റ്റെപ്പെല്ലാം പോകും. അങ്ങനെയല്ല നമ്മൾ ആ അങ്ങനെ ഒരു ഇതേ ഉള്ളൂ, അല്ല വേറെ ഇതൊന്നും ഇല്ല. 1-2 പ്രാവശ്യം ഏതായാലും 1-2 പ്രാവശ്യം കണ്ട് 1-2 പ്രാവശ്യം കളിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതായില്ലേലും ഏതാണ്ട് ഒരു 80% ആക്കാം. ആ കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അതിനു മുമ്പ് വേറൊരു പാട്ടുകളും ഇതായില്ലേ, ഡാൻസ് അല്ല, അല്ലാത്ത ഒരു പാട്ട്. വിഷുക്കിളി കണി പൂ കൊണ്ടുപോകാതാണോ? അതാണ് ഏതോ, അതും കുഴപ്പമില്ല. അത് നല്ലതല്ല, എഡിറ്റ് ചെയ്ത് കയറ്റിയതാ അത്. അങ്ങനെ ഇങ്ങനെ പോണു, തട്ടിമുട്ടിയൊക്കെ പോണു സംഗതി. ഞാൻ ചേട്ടൻ്റെ ജീവിതത്തിൽ വന്നേ പിന്നെ ഐശ്വര്യാണോ ചേട്ടാ? ഒന്ന് പറ ചേട്ടാ, അത് കേൾക്കുമ്പോ ഒരു രസമുണ്ട്. അതിന് ഐശ്വര്യമില്ലേ? ഞാൻ വന്നേ പിന്നെ നല്ലതാണോ ചേട്ടാ? പിന്നെ നല്ലതാണ് ചേട്ടന്റെ ലൈഫ്. പിന്നെ മുമ്പായിരുന്നോ നല്ലത്? ഒരു കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഒരു രസമുള്ള സംഗതിയല്ലേ, അന്നൊന്നും തന്നെയല്ലേ ഉള്ളൂ. പറ ചേട്ടാ, ഞാൻ ചേട്ടന്റെ ജീവിതത്തിൽ വന്നിട്ട് ചേട്ടന് നല്ലതാണോ ചീത്തയാണോ? പിന്നെ നല്ലതല്ലാതെ പിന്നെ എന്താ ചീത്തയാണോ? എങ്ങനെ ചീത്തയാണോ? ആരാ പറഞ്ഞ ചീത്തയാണോ? ആരും പറഞ്ഞു? പിന്നെന്താ? ഇന്നലത്തെ ഒരു വീഡിയോ വന്ന കമന്റ് ആണ്, ചേട്ടന് ഷർട്ടൊക്കെ ഇട്ടോണ്ടിരിക്കാറുന്നത് ചേട്ടൻ ഇപ്പഴാ കാണണം. ചേട്ടനെ ഞാനൊന്ന് കണ്ടുപിടിച്ചെടുക്കണത് തന്നെ എന്ത് പാടുപെട്ടാന്നറിയാം. അന്നേരം ഇനി ഷർട്ട് ഇടാം. ചേട്ടാ പോയി ഷർട്ട് ഇട്ടിട്ട് ഒരു വീഡിയോ എടുക്കുന്നത്, ചേട്ടൻ ഷർട്ട് ഇടാൻ പോണ ചേട്ടൻ വല്ല ആട്ടുംകൂട്ടിന്നൊക്കെ പിന്നെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് വരേണ്ട വരും, അല്ലെങ്കിൽ കോഴിക്കുട്ടിന്ന് ആട്ടുംകൂട്ടിന്നൊക്കെ പോയി ചേട്ടനെ പോയി പൊക്കിക്കൊണ്ട് വരേണ്ട അവസ്ഥ വരും. കിട്ടുന്നത് ഏത് കോലത്തിലാണോ അപ്പം നമ്മൾ വീഡിയോ എടുക്കുവാണ്. അടുത്ത പ്രാവശ്യം ഷർട്ട് കേട്ടോ. പണ്ടിങ്ങനെയാന്ന് ആരോട് പറഞ്ഞു, ഇടക്കാലത്തേക്കൊക്കെ ഒന്ന് ഷർട്ടൊക്കെ ഇട്ട് വരുമായിരുന്നു. ചേട്ടനെ ഞാൻ വീഡിയോ പിടിക്കാനായിട്ട് എവിടുന്നൊക്കെ പൊക്കിക്കൊണ്ട് വന്ന വീഡിയോ. അല്ല അതങ്ങനെയല്ല, ഇപ്പൊ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തെ അങ്ങനെ പോയിട്ട് വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് പിന്നെ എന്റെ മുഖത്ത് എണ്ണയാ ചേട്ടാ. അപ്പൊ പിന്നെ എണ്ണ മേടിക്കണ്ടല്ലോ. അത് കാണിച്ച് നെറ്റിന്ന് വിട്ട് നീ നോക്കി ഓയില്, എന്റെ ഓയില് സ്കിന്നാ. ഡാക്ടർ നല്ലതാ, ഞാൻ ഇടയ്ക്ക് തേക്കുവാർന്ന്, പിന്നെ ഞാനങ്ങ് നിർത്തി. ഇപ്പം ഫേസിലൊന്നും ഇടാറുണ്ട്. അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കല്ല ഷർട്ട് കേട്ടോ. പിന്നല്ല പറയണ്ട, പിന്നിപ്പോൾ എന്താ, ഞങ്ങളിങ്ങനെയൊക്കെ പോകണം, വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെയൊക്കെ പോകണം, തട്ടിമുട്ടിയൊക്കെ. ഞാൻ ഇന്ന് തട്ടും ചേട്ടനൊന്ന് മുട്ടും, കൊച്ചൊന്ന് വലിക്കും. അവനെ പിന്നെ അവൻ വലിയ ബോയൊക്കെ ആയി, അവനെ പിന്നെ ഇനിയിപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്കൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. മുഖ്യമന്ത്രിയുടെ ഇത് കണ്ട് അത് ആൻസിനെ കിട്ടാനൊക്കെ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. ആൻസിനെ കണ്ട് കിട്ടണമെങ്കിൽ ഇച്ചിരി പാടൊക്കെ ആയിരിക്കുവേ. അവിടെ നിന്ന് ഒച്ചയൊക്കെ കേൾക്കാം മുറിയുന്ന, പക്ഷെ ആൻസിനെ അങ്ങനെയൊന്നും നമുക്ക് കിട്ടത്തില്ല. അവൻ ഭയങ്കര വലിയ ബോയൊക്കെയാണ്. പിന്നെ ചേട്ടനെ കിട്ടുള്ളൂ കേട്ടോ. ആൻസിനെ കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും, വലിയ ചെറുക്കനൊക്കെ ആയില്ല. ഇനിയിപ്പോൾ നമ്മുടെ കൂടെയൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ആര് വരാനാ? നമ്മുടെ കൂടെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ഏത് ആൻസ് എവിടെ വരാനാ? ആര് വരാനാ? ഞാൻ ഫോണിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, ഒന്നാമത് ഞാൻ മടുത്തിരിക്കുക. നീ ഒന്നാമത് വരുവോ ഇല്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങളെയൊക്കെ എല്ലാത്ത എങ്ങനെ കിട്ടണമെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. നീ പുറകെ വാടാ, എനിക്ക് കൈ വേദന എടുക്കൂടാ. എടാ പുറകെ വാടാ, തല മാത്രം കാണിക്കാനായിട്ട്. സ്റ്റാൻഡാ പുറകിലിരിക്കുന്നു, ചേട്ടൻ്റെ തലയുടെ പുറകില്. ഞാൻ സ്റ്റാൻഡ് എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് വീഡിയോയിൽ വരാനുള്ളവരൊക്കെ എതിലെ പോകുന്നു, അവർക്ക് പോലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡൊന്നും എടുക്കാൻ പോകാത്ത. ഓ മെഴുകുതിരി ആരാ ചേട്ടാ ഊതിയേ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അല്ല ചേട്ടാ, 2 ദിവസം അവധി കിട്ടിയാണ്ട് പേരയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റും. അല്ല ചേട്ടാ, ആ പൂച്ചക്കുഞ്ഞ് കയറിയ ഫോട്ടോ എല്ലാം ചടിച്ചോണ്ടിരിക്കുക. ആ പൂച്ചക്കുഞ്ഞാണെങ്കിൽ ചേട്ടനെ ശരണം പറയാൻ നടക്കണം. പട്ടിക്കും കേറണം ചേട്ടനൊക്കെ ചേട്ടാ, ഒരു ചാട്ടമാണ് അതിലേക്ക്. ഒരൊറ്റ ചാട്ട. കുട്ടാപ്പൂ
ഇവിടെ അവിടെ പ്രാണിക്കുഞ്ഞ് കണ്ട ഇതോ നിൽക്കുന്ന പ്രാണിക്കുഞ്ഞ്, പ്രാണിയുടെ കുഞ്ഞ്, പ്രാണിക്കുഞ്ഞ്, പ്രാണി മോനും കൂടെ സാറ്റ് കളിക്കുവാ. പ്രാണി മോനും ഇരുന്ന് സാറ്റ് കളിക്കതേ അതിന്റെ പുറകെ പ്രാണി ഉണ്ടായിരുന്നു ചേട്ടാ. ആ അവളെ സൈഡിൽ ഇരുന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നു. പ്രാണി പ്രാണി പ്രാണിയമ്മേ. പ്രാണിക്ക് വിശന്നാ പ്രാണി നമ്മളെ ഓർക്കും, അല്ലേ പ്രാണി നമ്മളെ ഓർക്കത്തേ ഇല്ല. ആ കുഞ്ഞേന്ന്. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ചേട്ടാ. വാ ഇതേ ഓടൂ. പ്രാണിയുടെ കാണാൻ പോവാന്ന് കേക്കുവാന്. ഇതാണ് പിഞ്ചു മനസ്സുള്ള ചേട്ടൻ. എന്നെ പോലും കുത്തരുത്, ഞാൻ പാവമാണ്. എന്നെ പോലും കുത്തരുത്, ഞാൻ പാവമാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ചേട്ടൻ എൻ്റെ കൈ പിടിച്ച് ഞെക്കുന്നു കൈസ്. എന്തോരം വലിയ ശരീരം എടാ, എൻ്റെ വലിയ ശരീരമാന്ന് പറഞ്ഞതാ. ചേട്ടാ പോര് കുത്തരുത്, ദൈവം ഏത് പോര് കുത്തരുത്, ഞാൻ മാപ്പ് അപേക്ഷിക്കുകയാണ് ചേട്ടാ. ചേട്ടാ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ ചേട്ടാ? അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും പുതിയ ശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.